ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചതാണ്. ഞാനതിൽ വളരെയേറെ ദുഃഖിതനായിരുന്നു. അതുകൊണ്ട് ആ ഒരു അനുഭവം, അതിനൊരു മാറ്റമുണ്ടാകണം. ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ, ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചുമതലയേറ്റ് ആദ്യം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് ചാർത്തി കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം. ഒരു പേര് വന്നാൽ ആ പേരിന്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കൂ, പഴയ PCC പ്രസിഡന്റുമാരെ വിളിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ആദ്യത്തെ ആലോചനാ യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി. അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ്. അവരുടെ പേര് AICC കൈമാറുന്നതായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി. അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു, ഒരു വിയോജന കുറിപ്പ്. അതിനുശേഷമാണ് ശ്രീ സുധാകരൻ എന്നെ കാണാൻ വന്നത്. കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രീതി ശരിയല്ല. ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ആ ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം, കൂട്ടായ ആലോചന വേണം. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയോഗിക്കാൻ. നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായില്ല. ഏകപക്ഷീയമായ അനൗൺസ്മെന്റ് വന്നു. യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകൾ കൂടെ നടന്നതിനെ സംബന്ധിച്ച് എന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ശ്രീ സുധാകരനാകട്ടെ മറ്റാരുമാകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. അപ്പൊ ഈ ശൈലി സംഘടനയ്ക്ക്, പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിന് ഇതിനെക്കുറിച്ച് പരാതി അയച്ചു. ഈ രീതി ആപൽക്കരമാണ്, പഴയത് ആവർത്തിക്കും, പഴയ ഗ്രൂപ്പ് മത്സരത്തേക്കാൾ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പണ്ട് രണ്ട് ഗ്രൂപ്പിന്റെ താൽപര്യം മാത്രമേ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് വരികിൽ ഇന്നിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഗ്രൂപ്പുകൾ വരുന്ന സാഹചര്യം കാണുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കത്തുകൾ അയച്ചു. യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതേ തുടർന്നാണ് ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചത്. പിന്നീട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗത്വവും രാജിവെച്ചു. ഞാൻ രാജിവെച്ചതിന് ശേഷം AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, അദ്ദേഹം ഉൾപ്പെടെ ഉത്തരവാദപ്പെട്ടവർ എന്നെ കാണാൻ വന്നിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും, ഈ രീതിയിൽ മാറ്റം വരും എന്നൊക്കെ അതിനെ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തേതിൽ നിന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി. നേരത്തെ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 5 ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം.
ഞാൻ പേര് പറയുന്നില്ല, ഓരോ ഗ്രൂപ്പിനെ നയിക്കുന്നതിന്റെ പേര് പറയേണ്ട കാര്യമില്ല. 5 ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട്. വളരെയേറെ സങ്കടകരമായൊരവസ്ഥയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോ KPCCയിലെ ഉന്നത നേതാക്കളോ ആരും തന്നെ ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നില്ല. അത് സംഘടനയ്ക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല. അത് വന്നപ്പോഴാണ് ഞാൻ KPCC നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. ഞാൻ KPCC പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് ഞാൻ കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക DCCകൾ നടത്തുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ ജന്മദിനം സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ കൊല്ലം DCC നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചത് ഞാനാണ്. ശബരിമല പ്രശ്നം സംബന്ധിച്ച് പത്തനംതിട്ട DCC നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. പ്രിയപ്പെട്ട ലീഡർ K. കരുണാകരന്റെ ചരമവാർഷികം പ്രമാണിച്ച് കോഴിക്കോട് DCC സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. കർഷക ആത്മഹത്യയെ തുടർന്ന് ആലപ്പുഴ DCC നടത്തിയ കർഷക മാർച്ച് അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. തൃശൂർ DCCയുടെ പരിപാടികളിൽ സ്ഥിരമായി ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞാൻ KPCC യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ശേഷമാണ് തൃശൂർ DCC നടത്തിയ പദയാത്ര. ആ പദയാത്രയിൽ 7-8 കിലോമീറ്റർ ഞാൻ DCC പ്രസിഡന്റിനോടൊപ്പം നടന്നു. VD സതീശന്റെ പദയാത്ര ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അപ്പോൾ KPCCയുടെ പരിപാടികളിൽ KPCC നേതൃത്വത്തിന്റെയും AICCയുടെയും ശരിയല്ലാത്ത നിലപാടിനെ തുടർന്ന് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പങ്കെടുക്കാറില്ലെങ്കിലും പാർട്ടി പരിപാടികളിൽ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു. സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. കേരളത്തിൽ എത്രയോ പാർട്ടി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. പാർട്ടി പരിപാടികൾ മാത്രമല്ല, പൊതുപരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുത്തു വരുന്ന ഒരാളെ ഞാൻ പാർട്ടി വിട്ടു എന്ന് KPCC ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറയാന്ന് പറയുമ്പോൾ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത്? അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് തന്നെ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം തിരുത്തേണ്ടി വരുന്നുണ്ട്. യാതൊരു സംശയവുമില്ല, ഈ കാര്യം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും, തിരുത്തിയിരിക്കും, തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. തന്നെയല്ല, അതിലൊരു ഔചിത്യരാഹിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം KPCC യോഗത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ അത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത് KPCC യോഗത്തിലാണ്. KPCC യോഗത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹം ചെയ്തത് പരസ്യമായി പ്രതികരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, KPCC യോഗം കഴിഞ്ഞു ഇന്നലെ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ, മാധ്യമ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. ഒരൊറ്റ മാധ്യമ പ്രവർത്തകരെ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കളായാലും പത്രമാധ്യമ സുഹൃത്തുക്കളായാലും ഒരാളെപ്പോലും ഞാൻ വിളിച്ചിട്ടില്ല. കാരണം പാർട്ടി യോഗത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ പാർട്ടി യോഗത്തിൽ പറഞ്ഞതാണ്. നേതൃത്വത്തിന് അതേക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിലാണ് പറയേണ്ടത്. അവിടെ പറയാതെ പരസ്യമായി മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിൽ അങ്ങനൊരു അഭിപ്രായം, അതും വസ്തുതാവിരുദ്ധമായൊരു കാര്യം തെറ്റിദ്ധാരണാജനകമായി അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഒരിക്കലും ഒരു KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ആദ്യമേ വിനയപുരസരം ഞാൻ പറയട്ടെ. മറ്റൊന്ന്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ സ്ഥലം വിട്ടു എന്നാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന നേതാവായിരുന്നു പ്രിയരഞ്ജൻ ദാസ് മുൻഷി ഞങ്ങൾക്കൊക്കെ ഹരമായിരുന്നു.
അദ്ദേഹം പ്രസിഡന്റായിരുന്ന ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി സമ്മത്സരമുള്ള ബന്ധമാണ്. ആ ദാസ് മുൻഷിയുടെ സഹധർമ്മിണി കൂടിയായ ദീപ അവർകൾ അവരിവിടെ വന്നു. ഇപ്പൊ സന്തോഷമാണ്. ദാസ് മുൻഷി സഹധർമ്മിണിയുടെ വന്നു, AICC ചുമതലയായി വന്നു എന്നുള്ള സന്തോഷമാണ്. പക്ഷേ ശ്രീ സുധാകരൻ ചെയ്ത അതേ ഔചിത്യരാഹിത്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ പ്രിയ സഹോദരിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്താ? VM സുധീരൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ആള് സ്ഥലം വിട്ടു. പിന്നെയും ഈ ഒരു യോഗം 2 മണിക്കൂർ നീണ്ടു നിന്നിരുന്ന പറയുന്നത്. ശരിയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ശ്രീ മുരളീധരൻ സംസാരിച്ചു, ശശി തരൂർ സംസാരിച്ചു, അത് കഴിഞ്ഞ് മറ്റു ചിലരും സംസാരിച്ചു. പിന്നെ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, എന്റെ മകൻ അമേരിക്കയിലേക്ക് ഇന്ന് മടങ്ങുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വിമാനം. എനിക്ക് മകനെ അക്കമ്പനി ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതല്ല, ഞാനിപ്പോൾ ഒരു താങ്കൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കൂടി ഞാനൊരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറഞ്ഞു. ശരി, ഞാനിരുന്നു. ഈ പത്രത്തിൽ വന്ന പോലെയൊന്നുമില്ല, അവർ പിടിച്ചിരുത്തിയെന്നൊക്കെ പറയുന്നില്ല, അതൊന്നും ശരിയല്ല. അവര് ക്ലാരിഫിക്കേഷൻ ഞാൻ നടത്താൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി, ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞു. ഞാൻ എണീറ്റ് യോഗത്തിൽ ഞാൻ പരസ്യമായി പറഞ്ഞു, ഞാനിങ്ങനെ മകൻ അമേരിക്കയിലേക്ക് ഇന്ന് പോകുന്നു, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്, അവനെ യാത്ര അയക്കാൻ എനിക്കും കൂടെ പോകണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്നിരിക്കുകയാണ്, ദയവായി നിങ്ങൾ ക്ഷമിക്കണം, എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ്, യോഗത്തിൽ പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ എന്റെ ഭാഗം പറഞ്ഞ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മറ്റുള്ളവർ കേൾക്കാതെ ഏകപക്ഷീയമായി ഞാൻ പോയി എന്ന് പറയുന്ന ആ ഒരു രീതി ഒട്ടും ശരിയായില്ല. പ്രത്യേകിച്ചും അവരെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ തെറ്റിദ്ധാരണ ജനകമായ രീതിയിൽ അവതരിപ്പിച്ചത് എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അത്രമാത്രമേ ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. അതായത് 2 വർഷം ഞാൻ കാത്തിരുന്നു. ഞാൻ ഈ KPCC പരിപാടികളിൽ മാത്രമേ പങ്കെടുക്കാതിരിക്കുന്നുള്ളൂ. KPCC സ്പോൺസർ ചെയ്യുന്ന പരിപാടികളിൽ, KPCC മീറ്റിംഗിൽ, മറ്റു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DCCകളുടെ പരിപാടികളിലും മറ്റു പാർട്ടി പരിപാടികളിലും UDF പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ UDFന്റെ കുറ്റവിചാരണ സദസ്സിൽ ഞാൻ പലയിടത്തും പോയിരുന്നു, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഈ തരത്തിൽ എന്താ നേരത്തെ സൂചിപ്പിച്ചത്? നിരവധി പരാതികൾ. അതെ, ഞാൻ 2 വർഷം ഞാൻ കാത്തിരുന്നു. എന്നെ വളരെ ദുഃഖിപ്പിച്ചൊരു സംഗതി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്നെ പോലൊരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രധാനമായ കാര്യം, നിർണായകമായ ചില കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിന് മുൻ അനുഭവങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഉത്തമ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിർദ്ദേശിച്ച അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ, ആദ്യത്തെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു തരത്തിലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ AICCയുടെയോ KPCCയുടെയോ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും എന്നെ കണ്ടിട്ടില്ല. തന്നെയുമല്ല, എന്നെ വേദനിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. KPCC നേതാക്കന്മാരോട് ചിലർ ചോദിക്കുമ്പോൾ പറയും, അദ്ദേഹം പണി നിർത്തിപ്പോയി. ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾക്ക് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പറയുന്നത്, അദ്ദേഹം പണി നിർത്തി പോയിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, അഭിപ്രായ വ്യത്യാസമുള്ളവർ, വിയോജിപ്പുള്ളവർ പോകട്ടെ, പാർട്ടി വിട്ടു പോകട്ടെ,
പാർട്ടിയിൽ നിഷ്ക്രിയരാവട്ടെ, അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല. എന്തൊരു തെറ്റായ ഒരു പ്രവർത്തന ശൈലിയാണത്. ഞാൻ ആലോചിക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ പഴയ KSU യൂത്ത് കോൺഗ്രസ് കാലത്തൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, അങ്ങനെ ആ കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. ഏതെങ്കിലും KK വിശ്വനാഥ് KPCC പ്രസിഡന്റ്, ആ കാലമൊക്കെ ഓർക്കുകയാണ്. AK ആന്റണി KPCC പ്രസിഡന്റ്, ആ കാലമൊക്കെ ഓർക്കുകയാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് അവരെ കൂടി മുഖ്യധാരയിലേക്ക് വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ് അന്നത്തെ ശൈലി. ഇപ്പോഴത്തെ ശൈലി എന്താ? ഒരാള് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ പോട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഏതായാലും ഇവരുടെ നിലപാട് ഒട്ടും ആരോഗ്യകരമല്ല, ഒട്ടും തൃപ്തികരമല്ല. നമ്മളൊക്കെ പാർട്ടിയിൽ നിന്നും പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, അവരൊക്കെ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ജനിച്ചത് കോൺഗ്രസ്സാണ്. ഞാൻ 16 വയസ്സിൽ KSUവിന്റെ വയലാർ രവി പ്രസിഡന്റായ സംസ്ഥാന കമ്മിറ്റിയിൽ 21 അംഗ സമിതിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതികരിച്ചുകൊണ്ട് അംഗമായി വന്ന ആളാണ്. അന്ന് മുതൽ വിദ്യാർത്ഥി യുവജന രംഗത്തും തുടർന്ന് കോൺഗ്രസ് രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ആളുകൾ, അവർ പോയാൽ പോകട്ടെ എന്നതാണ് മനസ്ഥിതി. അവരൊക്കെ പണി നിർത്തിപ്പോയി എന്ന പ്രചരണമാണ് നടത്തുന്നത്. അപ്പോഴേക്ക് നമുക്ക് കാര്യം മനസ്സിലായി, ഇവരാരും സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം AK ആന്റണിയുമായി 2 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിന്റെ ഭാരം വളരെയേറെ കുറഞ്ഞു. അതേ തുടർന്ന് ഞാൻ തന്നെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഇവരാരെയും കാത്തു നിൽക്കണ്ട. കാരണം കോൺഗ്രസ് എന്റേതു കൂടിയാണ്, ഈ മഹത്തായ പ്രസ്ഥാനം എന്റേതു കൂടിയാണ്. അപ്പോ അതുകൊണ്ട് ഇനി ഇവരാരും ഇനി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഏതായാലും പാർട്ടി യോഗങ്ങളിൽ, KPCC യോഗങ്ങളിൽ പങ്കെടുത്ത് പറയാനുള്ളത് അവിടെ പറയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്നലെ യോഗത്തിൽ ചെന്നത്. പറയാനുള്ളത് പറഞ്ഞു. അതേക്കുറിച്ചൊന്നും, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊരു മറുപടിയില്ല. ആകെ അവർ പറഞ്ഞൊരു പോയിന്റ്, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്റെ മനസ്സിനെ അലട്ടുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ, മതേതരത്വം സംബന്ധിച്ച കാഴ്ചപ്പാട്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളൊക്കെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്നതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങൾ. ഈ രാജ്യത്തെ ബാങ്കുകൾ ദേശവൽക്കരിച്ചു, ഇൻഷുറൻസ് ദേശവൽക്കരിച്ചു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു. എന്തിനേറെ, ലോക സാമ്പത്തിക രംഗം പോലും തകർന്നു വീണപ്പോൾ ഇന്ത്യയിൽ ഒരു ഉലച്ചിലുമില്ലാതെ ഇന്ത്യ പിടിച്ചു നിന്നത് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടാണ്. അത്രമാത്രം അഭിമാനകരമായ സാമ്പത്തിക നയം. അതുപോലെയാണ് അവർ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ. ഇത് രണ്ടിലും വെള്ളം ചെരുക്കുന്ന സാഹചര്യം. 91 നവ ലിബറൽ സാമ്പത്തിക നയം, ഞാൻ മൻമോഹൻ സിംഗിനെയോ അല്ലെങ്കിൽ നരസിംഹറാവുവിന്റെയോ ആ സതുദ്ദേശം ഞാൻ കുറ്റം പറയില്ല. അവർ തുടങ്ങി വെച്ചതൊരു പക്ഷേ നല്ല ഉദ്ദേശത്തോടുകൂടിയായിരിക്കാം. പക്ഷെ എന്താ അതിന്റെ ആത്യന്തികമായ ഫലം? ശരിക്കു പറഞ്ഞാൽ ഇന്ന് BJP രാജ്യത്തിന്റെ സമ്പത്ത് അംബാനിമാരുടെ മുമ്പിൽ അടിയറ വയ്ക്കുമ്പോൾ അവർ പറയുന്നത് എന്താ? വി ആർ ഫോളോയിങ് ദി കോൺഗ്രസ് പോളിസീസ്, വി ആർ ഇംപ്ലിമെന്റിംഗ് ദി കോൺഗ്രസ് പോളിസീസ്, വി ആർ ഇംപ്ലിമെന്റിംഗ് വാട്ട് കോൺഗ്രസ് ഹാസ് ഇനിഷ്യേറ്റഡ്. ഇതാണ് നിർമ്മല സീതാരാമനും BJP നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സോണിയാഗാന്ധിക്ക് ചിന്തൻ ശിബിരിന്റെ സമയത്ത് ഞാൻ എഴുതി. 2020, 2021 2 കത്തുകൾ ഞാൻ അയച്ചു. നമ്മുടെ സാമ്പത്തിക നയങ്ങൾ പുനഃപരിശോധിക്കണം. സാമ്പത്തിക നയങ്ങൾ BJP
കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളുടെ ചൂട് പിടിച്ചാണ് ചെയ്യുന്നതെന്ന് അവർ 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 അവകാശപ്പെടുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഈ നയത്തിൽ മാറ്റം വരണം. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. അതുപോലെ തന്നെയാണ് മതേതരത്വം സംബന്ധിച്ച നിലപാട്. മതേതരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാർഡിനൽ പ്രിൻസിപ്പിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് മതേതരത്വം. ആ മതേതര മൂല്യങ്ങൾ വെള്ളം ചേർക്കപ്പെടുന്നു. നമുക്കറിയാം, പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോ പല സ്റ്റേറ്റുകളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി. അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയാണുണ്ടായത്. ഒരു കാര്യം വളരെ ശരിയാണ്, BJP വെച്ചു പുലർത്തുന്ന തീവ്ര വർഗീയത, തീവ്ര ഹിന്ദുത്വ വികാരം, അതിനെ മൃദു ഹിന്ദുത്വ വികാരം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ഹിന്ദുത്വ വികാരമുള്ളവർ തീവ്ര വികാരത്തിന്റെ കൂടെയാണ് പോകുക, മൃദു വികാരത്തിന്റെ കൂടെയല്ല പോകുക. ഈ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ഞാൻ 2020-ലും 2021-ലും അയച്ച കത്ത്, ചിന്തൻ ശിബിരിൽ കോൺഗ്രസിന്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്ത്, 2022-ൽ അയച്ച കത്ത്. ആ കത്തിൽ ഇതെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് കൂടി കവർ ചെയ്തുകൊണ്ടാണ്, അത് ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ അയച്ചത്. ഞാൻ പറഞ്ഞു, ഹാർഡ് ഹിന്ദുത്വ കനോട്ട് ബി കൗണ്ടേഡ് ബൈ സോഫ്റ്റ് ഹിന്ദുത്വ. അതുകൊണ്ട് നമ്മൾ പഴയ ജവഹർലാൽ നെഹ്റുവിന്റെ മതേതര മൂല്യങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ മതേതര മൂല്യങ്ങൾ, അതിലേക്ക് മടങ്ങിപ്പോകണം എന്ന് കൃത്യമായി അഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള കത്താണ് സോണിയാഗാന്ധിക്ക് പകർപ്പ് രാഹുൽ ഗാന്ധിക്കും വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തത്. സോണിയാഗാന്ധിയുടെ മറുപടി എനിക്ക് വന്നു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്ന് അവർ എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ അന്നേരം യോഗത്തിൽ വായിച്ചത്. കാരണം ഈ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള ഇപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പറയുന്നതല്ല. എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, കോൺഗ്രസിന് ദോഷകരമാണ് എന്ന് വർഷങ്ങളായി ഞാൻ വിലയിരുത്തിയിട്ടുള്ള ആ തെറ്റായ നയങ്ങൾ, ആ മൃദു ഹിന്ദുത്വം, അതിന് മാറ്റം വരുത്തണം, അതിന് അവസാനം കുറിക്കണം. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മതേതര മൂല്യങ്ങളിലേക്ക് അത് ഉയർത്തിപ്പിടിക്കണം, അതിലേക്ക് മടങ്ങണം എന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടെയാണ് രാമക്ഷേത്രം സംബന്ധിച്ചുള്ള പുതിയ വിഷയം വരുന്നത്. ഈ കാര്യത്തിൽ രാമക്ഷേത്രം സംബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയപ്പോഴേ അത് നിരാകരിക്കേണ്ടതായിരുന്നു, അത് നിരസിക്കേണ്ടതായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, നരേന്ദ്രമോദി ആഘോഷമായി വർഗീയ വികാരം ആളിക്കത്തിക്കുക, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഇങ്ങനൊരു നയവുമായി നരേന്ദ്രമോദി വ്യക്തമായ അജണ്ട, വർഗീയ അജണ്ട വെച്ച് പുലർത്തിക്കൊണ്ട്, എന്തിനേറെ വിശ്വാസികൾ ആരാധിക്കുന്ന ശ്രീരാമനെ കുറിച്ച് പോലും തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട്, ശ്രീരാമൻ നമുക്കറിയാം മര്യാദാ പുരുഷോത്തമനാണ്, രാജ്യം നേടിയെടുക്കാൻ വേണ്ടി പടവെട്ടിയ ആളല്ല, ത്യാഗം സഹിച്ച പുണ്യപുരുഷനാണ്. ആ ശ്രീരാമനെ ഇന്ന് അപകീർത്തിപ്പെടുത്തുന്ന നിലപാടാണ് നരേന്ദ്രമോദിയും കൂട്ടരും സ്വീകരിക്കുന്നത്, അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമന്റെ പേരിൽ രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്ന നിലപാട്, ആ രാഷ്ട്രീയ അജണ്ടയാക്കുന്ന നിലപാടിലേക്ക് ആളെ കൂട്ടാൻ, അത് ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ ആ ഗൂഢതന്ത്രം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. തിരിച്ചറിഞ്ഞുകൊണ്ട് കയ്യോടെ ആ ക്ഷണം നിരാകരിക്കണം, നിരസിക്കണം, തള്ളിക്കളയണം. അതാണ് വേണ്ടത്. അതല്ലാതെ അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറയുന്നതിന്റെ ആ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, രാമക്ഷേത്രം സംബന്ധിച്ച പിന്നെ പാർട്ടികൾ ക്ഷണം കിട്ടിയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള
പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ ക്ഷണം നിരസിക്കണം, ആ ക്ഷണം കൈയോടെ തള്ളിക്കളയണം. അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിലാരെങ്കിലും പങ്കെടുത്താൽ അത് നരേന്ദ്രമോദിയുടെ കെണിയിൽ വീഴുന്നതിന് തുല്യമാണ്. അതിലാരെങ്കിലും പങ്കെടുത്താൽ അതിന്റെ അർത്ഥം അത് അങ്ങേയറ്റം ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ കാര്യത്തിൽ എന്റെ നിലപാട് വളരെ ഉറച്ച നിലപാടാണ്. എന്റെ മാത്രമല്ല, മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏവർക്കും അങ്ങനെയേ ചിന്തിക്കാനാവൂ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും അങ്ങനെയേ ചിന്തിക്കാനാവൂ. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച യാതൊരു സംശയങ്ങൾക്കും ഇടവരുത്താതെ ഇനിയെങ്കിലും വൈകാതെ ആ ക്ഷണം പാടെ തള്ളിക്കളയാൻ തയ്യാറായില്ലെങ്കിൽ വൈകും തോറും അത് കോൺഗ്രസിന് ക്ഷീണമാണ്, മതേതര പ്രസ്ഥാനങ്ങൾക്ക് ക്ഷീണമാണ്. അതിന്റെ എല്ലാം ഗുണഭോക്താവ് നരേന്ദ്രമോദി മാത്രമായിരിക്കും, ബിജെപിയും സംഘപരിവാറും മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിലപാട് എവിടെയും എപ്പോഴും എപ്പോ വേണമെങ്കിലും ഇനി ആവർത്തിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല. അല്ല, അതൊന്നല്ല. ഈ വക കാര്യങ്ങളൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാവുന്നതല്ല. കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ അടിസ്ഥാനപരമായ വിഷയമാണിതൊക്കെ. ഈ തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് കരുതുന്നത് തന്നെ ശരിയായൊരു സമീപനമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അതിലേക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും കൃത്യമായ നിലപാട്, കൃത്യമായ രാഷ്ട്രീയ നിലപാട്, കൃത്യമായ അജണ്ട അത് തീരുമാനിക്കുക എന്നുള്ളത്, സമയത്തിന് യഥാസമയം തീരുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അല്ലാതെ ചർച്ച ചെയ്ത് വലിച്ചു നീട്ടി പോകുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. തീർച്ചയായിട്ടും പങ്കെടുക്കും. KPCC യോഗങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കും. കാരണം അവരാഗ്രഹിക്കുന്നത് ഞാൻ പങ്കെടുക്കരുത് എന്നാണെന്ന് മനസ്സിലായിരിക്കും. അവരാഗ്രഹിക്കുന്നത് ഈ പാർട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് മനസ്സിലായി. അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് നിന്നു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചുള്ളത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ആരുടെ വിലക്കുണ്ടെങ്കിലും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ പറയുകയും ചെയ്യും. കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച VM സുധീരൻ. സുധാകരൻ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല, താൻ പാർട്ടി വിടുമെന്ന് പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിനെതിരെയും വിമർശനമുണ്ടായി. കെ സുധാകരന്റെ ഔചിത്യമില്ലായ്മ ദീപാദാസ് മുൻഷിയും ആവർത്തിച്ചു. നേതൃത്വത്തിന്റെ ശൈലി പാർട്ടിക്ക് ഗുണകരമല്ല. പരാതികൾക്ക് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ക്ഷണം ലഭിച്ച ഉടൻ തന്നെ അറിയിക്കണമായിരുന്നു. ഇനിയെങ്കിലും അക്കാര്യം അറിയിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകുമെന്നും VM സുധീരൻ തുറന്നടിച്ചു.